ഇതാണോ ഐമാക്സ്? ഇത് മാത്രം എന്താണ് ഈ സാധനത്തിനുള്ളത്? എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? ഞങ്ങൾ കണ്ടിട്ടൊന്നും തോന്നിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ആൻസറാണ് ഈ വീഡിയോ. എന്തായാലും ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഈ ഐമാക്സിൻ്റെ പ്രത്യേകത? എന്താണ് ഈ ഐമാക്സ്? ഞങ്ങൾ ഐമാക്സിൽ പോയപ്പോഴേക്കും വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ലല്ലോ. കൊച്ചിയിലുള്ള ഐമാക്സിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലല്ലോ. ട്രിവാൻഡ്രത്തുള്ള ഐമാക്സിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലല്ലോ. ഇവിടെ എന്ത് ടിക്കറ്റ് പ്രൈസാണ്? ഇവിടെ എന്താണ് ഇത്ര പ്രത്യേകത? അതിനുള്ള ആൻസറാണ് ഈ വീഡിയോ. കാരണം നിങ്ങൾ ഏത് സിനിമയാണ് ഐമാക്സിൽ പോയി കാണുന്നതെന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. എല്ലാ സിനിമകളും ഐമാക്സ് ക്യാമറകളോ അല്ലെങ്കിൽ ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറകളോ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സിനിമകളല്ല ഐമാക്സിൽ കാണിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഐമാക്സിൽ ചിത്രീകരിച്ചിരിക്കുന്ന ക്യാമറകൾ വെച്ചുണ്ടാക്കിയ ഡോക്യുമെൻ്ററീസ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. പിന്നെ കമേഴ്ഷ്യൽ സിനിമകൾ കാണിക്കാൻ തുടങ്ങിയ പിന്നെ ഐമാക്സ് ക്യാമറകളിൽ ചിത്രീകരിച്ച പോർഷൻസ് വരുന്ന സിനിമകളാണ് കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അതുകൂടാതെ ചില സിനിമകൾ പണ്ട് ഫിലിമിലെടുത്ത സിനിമകളൊക്കെ സൂം ചെയ്ത് ക്രോപ്പ് ചെയ്തും കാണിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറി. ഇപ്പം 3 തരം രീതിയിലാണ് ഐമാക്സ് എന്നുള്ള ഓഡിറ്റോറിയത്തിൽ സിനിമകൾ ഇടുന്നത്. അതായത് ചില സിനിമകൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടും, പൂർണ്ണമായിട്ട് വരുന്നത് ഇപ്പോൾ വരാൻ പോകുന്നൊരു സിനിമയുള്ളൂ. ഇതുവരെ നടന്നിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കുള്ള ഫുട്ടേജ് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആവാം, ചിലപ്പോൾ 40 മിനിറ്റ് ആവാം, ചിലപ്പോൾ 72 മിനിറ്റ് ആവാം. അങ്ങനെ 80 മിനിറ്റ് വരെയൊക്കെ എടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ ഐമാക്സിൻ്റെ ഫിലിം റീൽസ് ഉപയോഗിച്ചിട്ട് 15:70 എന്നുള്ള ഫിലിം സ്ട്രിപ്പ്, കോഡാക്കിൻ്റെ ഫിലിം റീൽസ് വെച്ച് ഫിലിം ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആ സംഭവം. അതായത് ഫിലിംഡ് വിത്ത് ഐമാക്സ് ക്യാമറാസ് എന്ന് പറയും. ആ ഒരു ടൈപ്പ് ഓഫ് കുറച്ച് മൂവീസ് ഉണ്ട്. മോസ്റ്റ്ലി ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള സംവിധായകനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ എന്നെ ഈ സിനിമയൊക്കെ പറ്റിച്ചോന്ന്. അങ്ങനെയല്ല. അതിൻ്റെ കാര്യങ്ങൾക്കും കടക്കാം. കൂട്ടത്തിൽ ഞാൻ ഈ ഒരു സിനിമയുടെ ഒരു കാര്യം കൂടെ പറയാം. ഡ്യൂൺ പാർട്ട് 1, പാർട്ട് 2 വരാനിരിക്കുന്ന പാർട്ടുകൾ ഇതെല്ലാം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡെനി വെല്ലിന്യൂ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പുള്ളി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമാക്സ് സർട്ടിഫൈ ചെയ്ത കുറേ ഡിജിറ്റൽ ക്യാമറാസ് ഉണ്ട്. 4K റെസൊല്യൂഷനിൽ അതിൻ്റെ മുകളിലേക്ക് റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഐമാക്സ് വെന്യൂസിൽ കാണുന്നത് 4K റെസൊല്യൂഷനിലായിരിക്കും. അത് നിങ്ങൾ കാണുന്ന വെന്യൂ അനുസരിച്ച് മാറുകയും ചെയ്യും. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളത് 2 പ്രൊജക്ടർ ഉണ്ടെങ്കിൽ പോലും 2K സീനോൺ പ്രൊജക്ഷനുള്ള ഐമാക്സ് ആണ്. 2 പ്രൊജക്ടറിനും 2K റെസൊല്യൂഷനിലെ ഔട്ട്പുട്ട് നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡൂൺ സിനിമ നിങ്ങൾ ട്രിവാൻഡ്രം ഐമാക്സിലാണ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത് 2K വെർഷൻ ഓഫ് ദാറ്റ് മൂവിയാണ്. അതേസമയം കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിൽ ഞാൻ ഡൂൺ പാർട്ട് 2 ഒന്നുകൂടെ കണ്ടപ്പോൾ കണ്ടത് ഞാൻ 4K ഫുട്ടേജിലാണ്. 199 രൂപയ്ക്ക് ടിക്കറ്റ് റേറ്റ് എനിക്ക് കിട്ടി. അതിൽ താഴെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയത്, പോയിൻറ്സും കൂടി ചെയ്തിട്ട്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, അപ്പോൾ ഒന്ന് സഹിക്കുക. കാരണം ഇത് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം പരിപാടികളുമല്ല. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡൂൺ എന്ന് പറഞ്ഞ സിനിമ പല വെർഷൻസ് ഉണ്ട്. ഐമാക്സിൽ തന്നെ 2-3 വെർഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ 70mm ഐമാക്സ് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഐമാക്സിനകത്ത് ഫിലിം റീൽ പ്രൊജക്ഷൻ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതുകൂടാതെ GT ഐമാക്സ് ഉണ്ട്, ഡിജിറ്റൽ GT ഐമാക്സ്. അവിടെ 2 കോള പ്രൊജക്ഷൻ, കളർ ലേസർ എന്ന് പറയും, കോള പ്രൊജക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷനിൽ സിനിമ കാണിക്കുന്ന പരിപാടി. അവിടേക്ക് യൂസ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.43:1 ആയിരിക്കും. 70mm ഐമാക്സ് ആയാലും ഈ പറഞ്ഞ ഡ്യുവൽ ലേസർ GT സംവിധാനം ഉള്ള തിയേറ്ററിൽ 1.43:1 വരെ പ്രൊജക്റ്റ് ചെയ്യാം, പ്രൊവൈഡഡ് അവിടെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്ക്രീനും ആ ഷേപ്പിലായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ദുബായിലുള്ള വോക്സ് ഐമാക്സ് അറ്റ് മോൾ ഓഫ് എമിറേറ്റ്സ് ഉണ്ട്. അവിടെ ഇരിക്കുന്ന പ്രൊജക്ഷൻ സിസ്റ്റം 1.43:1 വരെ പ്രൊജക്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ്. പക്ഷേ അവരുടെ സ്ക്രീൻ 1.90:1 ആണ്. മനസ്സിലായില്ലേ?
സ്ക്രീൻ 1.43:1 അല്ലാത്ത കൊണ്ട് അവർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ആ റേഷ്യോയിൽ, പക്ഷേ സൈഡിൽ ബ്ലാക്ക് ബാർ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാനുള്ള റീസൺ അതുകൊണ്ടാണ്. അതേസമയം കൊച്ചിയിലിരിക്കുന്ന പ്രൊജക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ XT സിംഗിൾ ലേസറാണ്. അതായത് ഡ്യുവൽ കോളയുടെ തൊട്ടടിയിൽ സിംഗിൾ കോള പ്രൊജക്ഷൻ സിസ്റ്റം ഉണ്ട്. അത് 4K പ്രൊജക്ഷൻ സിസ്റ്റമാണ്, ലേസർ സിസ്റ്റമാണ്. അത് ഇന്ത്യയിൽ 2 സ്ഥലങ്ങളിലേ ഉള്ളൂ. ഒന്ന് സെലക്ട് സിറ്റി വാക്ക് ഡൽഹിയിലും, രണ്ടാമതുള്ളത് മുംബൈയിൽ PVRൻ്റെ ഐക്കൺ എന്നുള്ള ഒരു മൾട്ടിപ്ലക്സ് ഉണ്ട്, ലോവർ പെറേൽ മുംബൈയിൽ. അവിടെയാണ് ഞാൻ ഓപ്പൺ ഹേമർ കണ്ടത്. അവിടെ ഈ പറഞ്ഞ സിംഗിൾ കോള ലേസർ പ്രൊജക്ഷൻ സിസ്റ്റമാണ്. ഐമാക്സിൽ തന്നെ 2 തരം സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഒന്ന് സറൗണ്ട് സൗണ്ട് ആയ 5 ചാനൽ ഓഡിയോ സിസ്റ്റം ഓഫ് ഐമാക്സ് യൂസ് ചെയ്യുന്ന ഓഡിറ്റോറിയംസും ഉണ്ട്. ചില ഓഡിറ്റോറിയത്തിൽ പുതിയ സ്പേഷ്യൽ ഓഡിയോ ടെക്നോളജിയായ, പുതിയതെന്ന് പറഞ്ഞാൽ ഐമാക്സിൻ്റെ പുതിയ സ്പേഷ്യൽ ഓഡിയോ ടെക്നോളജിയായ 12 ചാനൽ സൗണ്ട് ഉണ്ട്. അതായത് മുകളിലും കൂടി സ്പീക്കർ ഉണ്ടാവും. വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഏതാണ് ആ ഒരു നിങ്ങൾ കയറിയിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വളരെ എളുപ്പം. വെറുതെ ആകാശത്തേക്ക് നോക്കിയാൽ മതി, മുകളിൽ സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു 12 ചാനൽ ഓഡിയോ ആണെന്ന് അർത്ഥം. അതുപോലെ നിങ്ങൾ കാണാൻ ചെന്നിരിക്കുന്ന പ്രൊജക്ടർ ഏതാണെന്ന് അറിയാനും വളരെ എളുപ്പമാണ്. തിരിഞ്ഞു നോക്കിയാൽ മതി. 2 പ്രൊജക്ഷൻ ബൂത്ത്, 2 തുളകളിലൂടെ ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു ഡ്യുവൽ പ്രൊജക്ഷൻ സിസ്റ്റമാണ്. അത് ലേസറാണോ അല്ലെങ്കിൽ സീനോൺ ആണോ എന്ന് അറിയാനും എളുപ്പമാണ്. സീനോൺ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു യെല്ലോയിഷ് ഷെയ്ഡൊക്കെ ഫീൽ ചെയ്യും നിങ്ങൾക്ക്. പഴയ കാലഘട്ട പരിപാടി, കാരണം സീനോൺ ലാമ്പുകൾ വെച്ചുള്ള പരിപാടിയാണ്. ഡ്യുവൽ ലേസർ ആണെന്നുണ്ടെങ്കിൽ ഓരോ മണൽത്തരി, ഈ ഒരു ഡൂൺ പാർട്ട് 2 എന്നുള്ള സിനിമ കാണാൻ ചെന്നിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചു. അതിൽ ഒരു സ്പൈസ് എന്ന് പറഞ്ഞാൽ മണലിൻ്റെ ഇടയിൽ കൂടെ ഒരു ചുമന്ന ക്രിസ്റ്റൽസ് പോലത്തെ സാധനം കാണാൻ പറ്റും. അത് ഐമാക്സിൽ നല്ല പ്രൊജക്ഷൻ സിസ്റ്റം ഉള്ള സ്ഥലത്ത് അത് മര്യാദക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാത്തത് അത് അതിൻ്റെ തിളക്കവും അതിൻ്റെ അത്രയും കൃത്യമായിട്ട് അത് വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു സ്പൈസ് എന്നുള്ള ആ ഒരു ക്രിസ്റ്റലിനെ കാണണമെന്നുണ്ടെങ്കിൽ അത്രയും കിടിലൻ പ്രൊജക്ഷൻ ആണെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ട് അത് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും എളുപ്പ പരിപാടി. അതുകൊണ്ടാണ് ഞാൻ ഡൂൺ പാർട്ട് 2 എന്ന സിനിമ പുതിയ തലമുറയിലുള്ള സിനിമകളിൽ ഏറ്റവും വൻ കിടിലൻ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടും അതിനെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നത്. പണ്ടത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റെല്ലാറാണ് ഏറ്റവും മികച്ച ഐമാക്സ് എക്സ്പീരിയൻസ് നൽകിയ എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഏറ്റവും കിടിലൻ എക്സ്പീരിയൻസ് എനിക്ക് നൽകിയിട്ടുള്ള സിനിമ ഇൻട്രസ്റ്റെല്ലാറാണ് ഐമാക്സിൽ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റെല്ലാർ എന്നുള്ള സിനിമ ഒരു 5 ചാനൽ ഓഡിയോ മിക്സുള്ള ഒരു സിനിമയാണ്. പക്ഷെ അവിടുത്തെ ഒരു ബെറ്റർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ 66 മിനിറ്റ് ഐമാക്സ് ഫിലിം ക്യാമറ വെച്ച് ചിത്രീകരിച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതൊരു സാധാരണ സീനോണിൽ പോയി കണ്ടാൽ പോലും ഒരു മിനിമം ക്വാളിറ്റി അതിന് കിട്ടും. കാരണം പണ്ട് കാലങ്ങളിൽ നിങ്ങളുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഫിലിം ക്യാമറ ഉണ്ടാവില്ലേ, ആ ഫിലിം ക്യാമറ ഒരു 5000 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ക്യാമറ ആണെന്ന് വിചാരിച്ചോ. ആ ക്യാമറയിൽ പോലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള 50,000 1,00,000 രൂപയുടെ ക്യാമറയെക്കാളും വളരെ നല്ല ബൊക്കെ എഫക്റ്റും നല്ല ഷാർപ്നെസ്സും നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഫിലിം ക്യാമറയിലെടുത്ത ഫോട്ടോസ് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സംഭവമാണ് ഈ ഫിലിം റീൽസ് ഉപയോഗിച്ച് വെച്ചുള്ള ഒരു പ്രൊജക്ഷൻ ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുറച്ചും കൂടി നല്ല ഷാർപ്നെസ്സും കളേഴ്സും ഒരു വേറെ ഫീലാണ്. അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റമാണോ യൂസ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന സ്ക്രീൻ 1.43:1 ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഓക്കെ ആയി. രണ്ടാമത് അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തായാലും IMAX 70mm എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 15:70 എന്നുള്ള ഒരു ബ്രാൻഡിങ് എവിടെയും കാണും. ഇതുമല്ലെങ്കിൽ ആ പ്രൊജക്ടറിനെ അങ്ങോട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ലെൻസുകൾ അടിയിലും മുകളിലുമായിട്ടാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, അടിയിൽ ഒരെണ്ണം മുകളിൽ ഒരെണ്ണം. പക്ഷേ സിംഗിൾ കോള ലേസർ പ്രൊജക്ഷൻ സിസ്റ്റം ആണെങ്കിലും കോള ലേസർ പ്രൊജക്ഷൻ സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും. പക്ഷേ പിന്നെ ഒരു ബോട്ട് ജങ്കാറൊക്കെ ഓടിക്കുമ്പോഴുള്ള ടൈപ്പ് ഒരു ശബ്ദം അവിടെ നിന്ന് വരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പൊതുവെ അത് കേൾക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. എന്നാലും ആരോടെങ്കിലൊക്കെ സ്റ്റാഫിനൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഫുൾ ഇന്ത്യയിൽ ഒരെണ്ണം ഉള്ളു. അവിടെ ആണെങ്കിൽ സിനിമകൾ ഇപ്പോൾ കളിക്കുന്നില്ല, പ്രദർശിപ്പിക്കുന്നില്ല. കാരണം അവർക്ക് ഫിലിം റീൽസ് കയ്യിൽ സിനിമയുടെ റീലുകളില്ലാത്തതുകൊണ്ടാണ്, പ്രദർശിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല,
ഈ റീൽസ് കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഏത് സിനിമയും അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോഴും അടിപൊളി റണ്ണിങ് കണ്ടീഷനിലാണ്. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എന്തായാലും വേറെ വരുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ സിനിമ, അതായത് ഡൂൺ പാർട്ട് 2 എന്നുള്ള സിനിമ ഞാൻ ഇതുവരെ മൊത്തത്തിൽ 4 തവണയോളം കണ്ടു. 4DX കണ്ടു, നോർമൽ ഒരു തിയേറ്ററിൽ കണ്ടു, സീനോൺ തിയേറ്ററിൽ, ഐമാക്സിൽ 2 തവണ കണ്ടു. അപ്പോൾ ഇത്രയും ഞാൻ ഈ സിനിമ കണ്ട എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, പിന്നെ PXL കണ്ടു. ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് 5 തവണ ഇപ്പോൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു എക്സ്പീരിയൻസ്, ഈ സിനിമ കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം തീർച്ചയായിട്ടും ഐമാക്സ് ആണ്. കാരണം ഐമാക്സിൽ മാത്രമാണ് ആ എക്സ്പാൻഡഡ് റേഷ്യോ DCP നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. വേറെ ഒരു നോൺ ഐമാക്സ് തിയേറ്ററിലും നിങ്ങൾക്ക് ആ റേഷ്യോയിലല്ല സിനിമ കാണാൻ പറ്റുന്നത്. ഐമാക്സ് GT അല്ലെങ്കിൽ 70mm ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.43:1, സാധാ ഐമാക്സിലാണെങ്കിൽ 1.90:1. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 1.43:1 റേഷ്യോ 44 മിനിറ്റ്സ് ഉള്ളൂ. മറ്റേത് മുഴുനീള സിനിമ 1.90:1 റേഷ്യോയിലായിരിക്കും. അതേസമയം നിങ്ങൾ സാധാരണ കാണുന്ന തിയേറ്ററുകളിലേക്കുള്ള സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 2.39:1 സ്ക്രീൻ ആയിരിക്കും. ചിലയിടത്ത് ഫ്ലാറ്റ് സ്ക്രീൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കൊച്ചി PXL പോലെ 1.85:1 സ്ക്രീൻ ഉണ്ടാവും. പക്ഷേ അവർക്കാർക്കും ഐമാക്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡ്യൂണിൻ്റെ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോ കോണ്ടൻറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ക്രോപ്പ് ചെയ്തിട്ടുള്ള, മുകളിലും അടിയിലും മുറിഞ്ഞിട്ടുള്ള ഈ കാണുന്ന വിഷ്വലായിരിക്കും. അത് ഡ്യൂൺ എങ്ങനെ ബാധിക്കുന്നതെന്ന് പറയട്ടെ. ഇപ്പം ഈ ഒരു ഇമേജിൻ്റെ അടുത്ത് നോക്ക്. ഇവിടെ നമ്മുടെ ഡേവ് ബറ്റിസ്റ്റ നിൽക്കുന്ന സീനാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനത്തെ സ്പേസ്ഷിപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊന്നും കാണുന്നില്ല. ഈ ഒരു നിങ്ങൾ സാധാ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ബറ്റിസ്റ്റനെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അവിടെ പുള്ളി മാത്രമല്ല, ഇവിടെ വേറെ ക്യാരക്ടറും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് ഐമാക്സിലേ കാണാൻ പറ്റുള്ളൂ. ആ ആളെ ആ ഫ്രെയിമിലില്ല എവിടെ സാധാ തിയേറ്ററിൽ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ സിനിമ മുഴുവനായിട്ട് കണ്ടിട്ടില്ല സാധാ തിയേറ്ററിൽ കാണുമ്പോൾ. ഡയറക്ടർ എടുത്തു വെച്ചതും അദ്ദേഹത്തിൻ്റെ വിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. പക്ഷെ നമ്മൾ സാധാ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു 60% കണ്ടിട്ടുള്ളൂ. ബാക്കി 40% നമ്മൾ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇതാണ് മെയിൻ ഡിഫറൻസ്. നിങ്ങൾ ആ സിനിമയുടെ പൂർണ്ണതയിലല്ല കണ്ടിരിക്കുന്ന. ആ ഡയറക്ടർ വിഷൻ ചെയ്ത ആ സമ്പൂർണ്ണ വിഷൻ നിങ്ങൾ കണ്ടിട്ടില്ല സാധാ തിയേറ്ററിൽ കാണുമ്പോൾ. അവിടെയാണ് എക്സ്ക്ലൂസീവ് ഐമാക്സ് കണ്ടൻറ്റിൻ്റെ വേറൊരു വ്യത്യാസം കൂടി വരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഡ്യൂൺ സാധാ തിയേറ്ററിൽ കണ്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ഡ്യൂൺ മുഴുവനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പോലും 3/4 ഭാഗം കണ്ടിട്ടുള്ളൂ. കാരണം ഞാനിതൊരു 1.90:1 ഐമാക്സിലാണ് കണ്ടത്. ഇതിൻ്റെ ആ ഒരു 44 മിനിറ്റ് 1.43:1 കൂടെ കണ്ടാലേ എനിക്ക് ഡ്യൂൺ പൂർണ്ണ രീതിയിൽ കണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൊച്ചിയിലുള്ള അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ഐമാക്സ് ആണെങ്കിൽ പോലും അവിടെ 1.90:1 റേഷ്യോ എന്നുള്ളൊരു സ്ക്രീനാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം 1.43:1 റേഷ്യോ സ്ക്രീനാണ്. പക്ഷേ നിങ്ങൾ ഇതൊരു 1.90:1 റേഷ്യോ സ്ക്രീനിൽ കണ്ടാലുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ മുഴുവനായിട്ടും ഐമാക്സിൽ 1.90:1 റേഷ്യോയിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രിവാൻഡ്രമോ അല്ലെങ്കിൽ കൊച്ചി ഐമാക്സിൽ കാണാൻ പറ്റുന്നത്. അതേസമയം ഒരു 1.43:1 റേഷ്യോയിലുള്ള GT ഐമാക്സിലോ 70mm ഐമാക്സിൽ പോയി കഴിഞ്ഞാൽ 44 മിനിറ്റ് മാത്രമേ ഈ സിനിമയുടെ ആ ഒരു റേഷ്യോയിലുള്ളൂ. അല്ലാത്ത സമയത്ത് ഇത് 1.90:1 തന്നെയാണ്. അപ്പോൾ ആ 40 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹൈറ്റിൽ കാണാൻ പറ്റുള്ളൂ. ആ ഒരു ഡയഗ്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് സ്ക്വയറിഷ് ലുക്കായിരിക്കും. 1:1 അടുത്താണല്ലോ 1.43:1 വരുന്നത് ഏകദേശം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സ്ക്വയറിഷ് ഷേപ്പ്, ആ ഒരു എക്സ്ട്രാ ഫുട്ടേജ് വരാൻ പോകുന്നത് 44 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങൾ 1.90:1 അത് തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ചേഞ്ച് പോലും ഇല്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ 1.90:1 കാണാൻ പറ്റുന്ന ഒരു മികച്ച ചിത്രം ആയിട്ടാണ് എനിക്ക് ഡ്യൂൺ പാർട്ട് 2 ഫീൽ ചെയ്തേക്കുന്നത്. സിനിമ ക്വാളിറ്റി ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അനുസരിച്ച് ആയിക്കോട്ടെ, ഇതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. അന്യായ സൗണ്ട് ഡിസൈനും ഒടുക്കത്തെ സൗണ്ട് മിക്സുമാണ്. അത് ഐമാക്സിൽ അതിഗംഭീരമാണ്. അപ്പോൾ ഒരു ഐമാക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടുള്ള ആൻസർ ഈ 2 സിനിമകൾ പോയി കാണുക എന്നുള്ളതാണ്. ഇൻ്റർസ്റ്റെല്ലാർ എന്നുള്ള സിനിമയും ഡൂൺ പാർട്ട് 2 എന്നുള്ള സിനിമയും ഇത് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഐമാക്സ് എന്നുള്ള ഉത്തരം ഈ സിനിമ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തരും.
ഈ സിനിമയുടെ വിഷ്വൽസും ഈ സിനിമകളുടെ സൗണ്ടും. ആ മൊത്തം എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്ന 2 സിനിമകളാണിത് എന്ന് പറയേണ്ടി വരും. മിക്ക സിനിമകൾക്കും ഇന്ത്യയിലേക്ക് വരുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹിന്ദിയോ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളമോ ഏതെങ്കിലും സിനിമകളൊക്കെ ഐമാക്സിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദി വന്നിട്ട് കുറച്ച് നാളായി. ഇവിടെയൊക്കെ പറ്റുന്ന വെച്ചാൽ ഈ ഐമാക്സിന് വേണ്ടി ചിത്രീകരിച്ച സിനിമകളായിരിക്കില്ല ഇതൊന്നും. അങ്ങനെയുള്ള സിനിമകൾ വളരെ ചുരുക്കമാണ്. വരാനിരിക്കുന്ന രാമായണം എന്നുള്ള സിനിമ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പോലും കൃത്യമായ ക്യാമറ ഉപയോഗിക്കണം. അത് ഈ ഒരു ഐമാക്സിൻ്റെ ആ ഒരു സ്ക്രീനിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഫ്രെയിം ചെയ്യണം സിനിമ മൊത്തം. ഇത് കൂടാതെ സൗണ്ട് മിക്സും സൗണ്ട് ഡിസൈനും കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കിഡിലൻ സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഒരു അടിപൊളി TV പ്രൊഫഷനോ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുട്ടേജ്, വീഡിയോ ഫുട്ടേജ് അവിടെ പ്ലേ ചെയ്യുമ്പോൾ മാക്സിമം ഔട്ടിൽ പ്ലേ ചെയ്യണമെങ്കിൽ അതുപോലെ നല്ല ക്യാമറയിൽ അത് ചിത്രീകരിച്ച് അതുപോലെ നല്ല സൗണ്ട് ഡിസൈൻ ചെയ്ത് അതുപോലെ നല്ല സൗണ്ട് മിക്സ് ചെയ്ത് അതുകൊണ്ടൊന്ന് ഇട്ടാലല്ലേ നിങ്ങൾക്ക് ആ ക്വാളിറ്റിയിൽ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരിക്കലും നമ്മളുടെ കയ്യിലിരിക്കുന്ന വീഡിയോ കാണിച്ചു തരുന്ന ഉപകരണമായ പ്രൊജക്ടറോ TVയോ അല്ലെങ്കിൽ ഈ കാണുന്ന മോണിറ്ററോ അല്ലെങ്കിൽ ഈ കാണുന്ന സ്പീക്കറെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫുട്ടേജിൻ്റെ കുഴപ്പമായിരിക്കും. ഈവൻ ഇതൊക്കെ നല്ല രീതിയിലുള്ള ക്യാമറയിൽ എടുത്തിട്ടുണ്ടാവും, നല്ല രീതിയിലുള്ള മിക്സും ചെയ്തിട്ടുണ്ടാവും. ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, മാക്സിമം ഔട്ട്പുട്ട് എടുക്കുന്നതിന് പകരം ഇതൊരു കുറഞ്ഞ ഔട്ട്പുട്ടിൽ DCP എടുക്കും. അതായത് ഇപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു 8K ക്യാമറയിലാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 6K ക്യാമറയിൽ. നമ്മുടെ കൽക്കി ആണ് ഏറ്റവും വലിയ ഉദാഹരണം അതിന്. കൽക്കി എന്നുള്ള സിനിമ ഒറിജിനലി ഷോട്ട് ഇൻ 6K എന്തോ ആണ്, 8K 6K എന്തോ ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടത് 2K 3Dയിലാണ്. എങ്ങനെയുണ്ട് ഇപ്പം മനസ്സിലായില്ലേ? അതായത് അതിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ അപാര സാധനമായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടത് അതിൻ്റെ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലാണ്. എന്നിട്ട് പോലും പടം കിടുവായിരുന്നു കാണാൻ. അപ്പോൾ ആ ഒറിജിനൽ ഫുട്ടേജ് അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ ഐമാക്സുകൾക്ക് ഇപ്പോൾ ഏറ്റവും മാക്സിമം ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന ട്രൂ 4K 3D ഫുട്ടേജിൽ കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നേനെ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെയൊക്കെ പറ്റുന്ന മിസ്റ്റേക്ക്. ഒന്നെങ്കിൽ നല്ല കിടിലൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഔട്ട് എടുക്കുമ്പോൾ വളരെ ചെറിയ ഔട്ട് എടുക്കും. മേ ബി അത് ഓരോരോ സ്ഥലങ്ങളിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഫയൽ സൈസ് കുറക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് അയക്കാം. പണ്ടൊക്കെ നമ്മൾ ഈ പെൻഡ്രൈവിൽ വരെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും മാക്സിമം ഔട്ട് എടുത്താൽ ഇവിടെ ഭയങ്കര സൈസ് ആയിരിക്കും, അത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ ഔട്ട് എടുക്കും. ആ പരിപാടി അയക്കാം ചിലപ്പോൾ സെർവറിലൂടെ പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാവാം. ഫയൽ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ, ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ തിയേറ്റർ അതോറിറ്റീസിന്. അതൊക്കെ ഓർത്തിട്ടാവാം, പറയാൻ പറ്റില്ല. എനിക്കറിയാം അതിൻ്റെ കറക്റ്റ് റീസൺ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നല്ലൊരു കിടിലൻ ഫുട്ടേജ് കയ്യിൽ ഉണ്ടായിട്ട് കുറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം തന്നെ എന്താ? അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. എത്ര പേർക്ക് അത് അറിയുമെന്ന് അറിയില്ല. ഓരോ ഫുട്ടേജിനും പൈസ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കടയിൽ ചെന്ന് ഒരു റാം കൂടിയ മൊബൈൽ വാങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ റാം കൂടിയ ലാപ്ടോപ്പ് മേടിക്കുന്ന പോലെ തന്നെ നല്ല ഫുട്ടേജിന് നല്ല ക്വാളിറ്റിക്ക് കൂടുതൽ പൈസ കൊടുക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഹൈലി പ്രൈസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അത് വാങ്ങിയിരിക്കുന്ന ആ ഒരു റൈറ്റ്സ് വാങ്ങിയിരിക്കുന്ന ഇവിടുത്തെ ഒരു ലോക്കൽ ബോഡി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ മറ്റേ മലയാളം റൈറ്റ്സ് ബാഗ്ഡ് ബൈ വേഫെയർ ഫിലിംസ് അല്ലെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, പോഫസിറ്റോ എന്നൊക്കെ പറഞ്ഞു വരൂലേ. അപ്പോൾ അവർ ആ സിനിമ വാങ്ങാൻ ചെല്ലുമ്പോൾ അതിൻ്റെ റൈറ്റ്സ് ക്വാളിറ്റിയുള്ള കോണ്ടന്റ് കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ അവർ അത്രയും കൂടുതലെടുത്തിട്ട് ഈ സിനിമ എങ്ങാനും വർക്ക് ആയില്ലെങ്കിൽ നഷ്ടമായാലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇനി കുറഞ്ഞ ക്വാളിറ്റിയിലെ കോണ്ടന്റ് വാങ്ങണമാണെന്നും അറിയാൻ പാടില്ല. അവിടെയും അങ്ങനൊരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഡൂൺ പാർട്ട് 2 കൊച്ചി ഐമാക്സ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ മൈൻഡ് ബ്ലോയിങ് ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ക്വാളിറ്റി എനിക്ക് കൊച്ചി ഐമാക്സിൽ കുറച്ച് സിനിമകളിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ കൊച്ചി ഐമാക്സിൽ 25 സിനിമയ്ക്ക് മുകളിലെന്തോ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് നൽകിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂൺ പാർട്ട് 2 റീ റിലീസ്, ഇൻട്രസ്റ്റെല്ലാർ റീ റിലീസ്, അതാണ് ഏറ്റവും വലിയ കോമഡി. ഈ റീ റിലീസൊക്കെയാണ് ഒടുക്കത്തെ എക്സ്പീരിയൻസ്. പണ്ടെടുത്ത് വെച്ച സിനിമകൾ ഡൂമിനെ ഒരുപാട് പേർക്കില്ല. കമ്പാനിയൻ എന്നുള്ള
സിനിമ, അത് എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് ആണ്. അത് ഞാൻ പറയാൻ പറഞ്ഞത്. എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതായിരിക്കാം. എമ്പുരാൻ പോലെ എമ്പുരാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറ വെച്ചിട്ടാണ്. പക്ഷേ അത് ഐമാക്സിന് വേണ്ടി ഫ്രെയിം ചെയ്ത് ഐമാക്സിൻ്റെ റേഷ്യോയിൽ എടുത്തിട്ടുള്ള പടമല്ല, അത് ആനമോർഫിക് റേഷ്യോ എടുത്ത പടമായിരുന്നു എമ്പുരാൻ. കമ്പാനിയൻ 2.39:1 റേഷ്യോയിൽ എടുത്ത സിനിമയാണ്. പക്ഷേ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഐമാക്സിൻ്റേതായ ഡിജിറ്റൽ റീമാസ്റ്ററിങ് പ്രോസസ്സ്, അതിന് DMR എന്നാണ് പറയുന്നത്, ആ ഒരു പരിപാടി ചെയ്തിട്ട് ഐമാക്സ് വെന്യൂവിൽ കളിപ്പിച്ച സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു കമ്പാനിയൻ. എന്നിട്ടും കിഡിലൻ എക്സ്പീരിയൻസ് നൽകി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, വാർണർ ബ്രദേഴ്സ്. എപ്പോഴൊക്കെ ഐമാക്സിൽ കിഡിലൻ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ, വേണ്ട ഐമാക്സ് പോട്ടെ, സാധാരണ ഒരു തിയേറ്ററിൽ പോലും കിഡിലൻ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ, ആ സിനിമയുടെ തുടക്കമോ അവസാനമോ നമുക്ക് WB എന്നുള്ള പേര് കാണാൻ പറ്റും. ഇൻട്രസ്റ്റെല്ലാറിൻ്റെ കേസിലേക്ക് വന്നപ്പോഴും ഡ്യൂണിൻ്റെ കേസിലേക്ക് വന്നപ്പോൾ വാർണർ ബ്രദേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ കോണ്ടൻറ്റ്, ഇവർ നല്ല ക്വാളിറ്റി കോണ്ടൻറ്റാണ് അവർ അയക്കുന്നത്. അതിപ്പോൾ ഒരു 2K പ്രിൻ്റ് അയച്ചാൽ പോലും അതിന് പോലും അപാര ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അവർ ക്വാളിറ്റിയിൽ ജന്മം ചെയ്ത കോംപ്രമൈസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ്. വാർണർ ബ്രദേഴ്സ് ആയിക്കോട്ടെ, ന്യൂ ലൈൻ സിനിമ ആയിക്കോട്ടെ, ഡ്രീം വർക്ക്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എപ്പോഴും മാക്സിമം കിഡിലൻ പ്രിൻസ് അയക്കാൻ ശ്രമിക്കാറുണ്ട്. ഡിസ്നിയിലെ അണ്ടറിൽ വരുന്ന മാർവൽ സ്റ്റുഡിയോസ്, അങ്ങനെ കുറച്ച് പരിപാടികൾ, ഡിസ്നിയുടെ പടങ്ങളൊക്കെയാണ് പൊതുവെ ഇൻഫീരിയർ DCPs വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അവതാർ ഡിസ്നിയുടെ അണ്ടറിലാണ്. അതുകൊണ്ട് ഈ അവതാറിന് പോലും നല്ലൊരു പ്രിൻ്റ് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്. റീജിയൻ അനുസരിച്ചും DCP മാറും, ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് വെന്യൂസ് അനുസരിച്ചും DCP മാറും. അതും കൂടെ ഞാൻ പറയുന്നു. ഓരോ വെന്യൂസിലും അവിടെ യൂസ് ചെയ്യുന്ന പ്രൊജക്ഷൻ സിസ്റ്റവും അവിടെ യൂസ് ചെയ്യുന്ന സെർവർ സിസ്റ്റം അനുസരിച്ചിട്ട് ക്വാളിറ്റി ഓഫ് DCPക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള DCP ആണെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നല്ല DCP അവർക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റുള്ളൂ. അത് പ്രൊജക്റ്റ് ചെയ്യാനും വേണ്ടി നല്ല പ്രൊജക്ടറും ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. നമുക്ക് ഒരു തിയേറ്റർ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ സെർവർ സിസ്റ്റം ഉണ്ടാവണം, നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടാവണം, പുതിയ ടൈപ്പ്, നല്ല പ്രൊജക്ഷൻ സിസ്റ്റം ഉണ്ടാവും. എന്നാലേ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ ആ സിനിമ പ്ലേ ചെയ്യാനും പറ്റുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള വിഷ്വൽസ് പ്ലേ ചെയ്യുന്ന രീതിയിൽ പ്രൊജക്ടറിലൂടെ നമ്മളത് കണ്ണിലൂടെ കാണാനും പറ്റുള്ളൂ. അതൊരു 3D സിനിമയാണെങ്കിൽ 3D മോഡുലേറ്റർ അടിപൊളിയായിരിക്കണം. യൂസ് ചെയ്യുന്ന 3D ഗ്ലാസ് അനുയോജ്യമായ അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള 3D ഗ്ലാസും കൂടെ ആയിരിക്കണം. ഡൂൺ പാർട്ട് 1 എന്നുള്ള സിനിമ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇന്നേ വരെ തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. ഐമാക്സിൽ നിന്നല്ല, തിയേറ്ററിലേ എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫാദർ മരണപ്പെട്ട ആ ടൈമിലാണ് ആ സിനിമ ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് അന്നത്തെ സിറ്റുവേഷൻ കാരണം എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല. ഡൂൺ പാർട്ട് 1 3Dയിലാണ് തിയേറ്ററുകളിലെത്തിയത് ആ കൊറോണയുടെ ആ ടൈമിൽ. അപ്പോൾ അത് തീരാ നഷ്ടമായിട്ടാണ് ഇപ്പോഴും ഞാൻ കണക്കാക്കുന്നത്. ഡൂൺ പാർട്ട് 1 3Dയിലായിരുന്നെന്ന് പോലും പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാഹുൽ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. രാഹുൽ 3Dയിലാണ് ഡൂൺ പാർട്ട് 1 കണ്ടത്. നമ്മുടെ കൊച്ചി ലുലുമോൾ സ്ക്രീൻ 6ൽ 3Dയിൽ ആ സിനിമ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. രാഹുൽ പറഞ്ഞാൽ നല്ല രസമായിരുന്നു എന്നാണ്. അപ്പോൾ അത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അതൊരു യുണീക്ക് സംഭവമായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയുക മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാതെ പോയതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി കറക്റ്റായി വന്നാലേ സംഭവം സെറ്റാവുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ നന്നാവണം, ഈ പറഞ്ഞ സൗണ്ട് നന്നാവണം, വരുന്ന പ്രിൻ്റ് നന്നാവണം, ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം ഒത്തുചേർന്ന് വന്നാലോ അല്ലെങ്കിൽ ഇതിൽ മെജോറിറ്റി കാര്യങ്ങൾ സെറ്റായാൽ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തീർത്തും പ്രൊജക്ടറിനെയോ അല്ലെങ്കിൽ ഇതിനെയൊന്നും ഒറ്റയടിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം വന്ന DCP ഷോ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതാണ് പൊതുവേ ഇപ്പോൾ സിനിപോളിസ് കൊച്ചി ഐമാക്സിൽ നടക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മിക്കപ്പോഴും DCP വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അതിന് ഉത്തമ ഉദാഹരണം എൻ്റെ ഈ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഉടനെ കണ്ടത് മിക്കി 17 എന്നുള്ള സിനിമയായിരുന്നു. ഈ സിനിമക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ്. മിക്കി 17 വൺ ഓഫ് ദ വേസ്റ്റ് എക്സ്പീരിയൻസസ് ഇൻ ഐമാക്സ് ആയിരുന്നു. സൗണ്ട് ശോകമായിരുന്നു. അതിൻ്റെ പുറമെ ഇവന്മാർ ഈ ഷോയ്ക്ക് നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ AC ഒക്കെ തണുപ്പിച്ച് ഞങ്ങൾ നല്ല ചിൽ മോഡിൽ വെച്ചിട്ട്
മിക്കി 17 AC അങ്ങോട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു. ചൂടെടുത്ത് മനുഷ്യൻ വേർത്തൊലിച്ച്. അന്ന് ഈ സിനിമ കാണാൻ 199 പോയപ്പോഴും മിക്കി 17 129 എന്തോ ഉണ്ട് കേട്ടോ. 199 തന്നെ ഓഫറും ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൂപ്പണൊക്കെ അപ്ലൈ ചെയ്ത് എനിക്ക് പോയിൻറ്റ്സൊക്കെ അപ്ലൈ ചെയ്ത് 129 എന്തോ കിട്ടി. അന്ന് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അഖിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രാഹുൽ ഉണ്ടായിരുന്നു, ഒരുപാട് പിള്ളേർ വേറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വേർത്ത് ഒലിച്ചെന്ന് പറഞ്ഞാൽ മതി മിക്കി 17 കണ്ടിട്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഉടനെ തന്നെയാണ് മിക്കി 17 അതേ തിയേറ്ററിൽ ഓൾമോസ്റ്റ് അതേ സീറ്റിൽ തന്നെ ഇരുന്ന് കണ്ടത്. പക്ഷേ വേർത്ത് ഒരു വിധമായി. അപ്പോൾ അവിടെ നടന്നെന്താ, രാവിലെ ഒരു ഗംഭീര പ്രിൻറ്റും എല്ലാ സാധനങ്ങളും ഒത്തുചേർന്ന് വന്ന് ഒരു കിടിലൻ എക്സ്പീരിയൻസ് നൽകി. തൊട്ടടുത്ത ഷോയ്ക്ക് AC ഉണ്ടായിരുന്നില്ല, പ്രിൻറ്റും ഷോവായിരുന്നു, സൗണ്ടും ഇല്ലായിരുന്നു, മൊത്തത്തിൽ കോളായി. അപ്പോൾ അവിടെ 2 കാര്യങ്ങളിലും തോൽവി സംഭവിച്ചു. പ്രിൻ്റ് ഒരു തോൽവിയായിരുന്നു, പിന്നെ ആ സമയത്തുള്ള സ്റ്റാഫ് ചെയ്ത പരിപാടിയും ഒരു വൻ തോൽവി തരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ 2 ഷോയ്ക്ക് 2 എൻഡിലുള്ള എക്സ്പീരിയൻസ്, ഒന്നൊരു വേറെ ലെവൽ എക്സ്പീരിയൻസും ഒന്നൊരു ദുരന്ത എക്സ്പീരിയൻസും. അപ്പോൾ ഇത് ഇങ്ങനെ വേറെ ആർക്കും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പല കാര്യങ്ങളും ഞങ്ങൾ അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ്. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ അധികം തിരക്കുകൾ പെട്ടുപോയതുകൊണ്ടാണ്. പക്ഷേ ഇനിയെങ്കിലും ഈ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എനിക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊരു തീരാസ് ആഗ്രഹമാണ്, എന്നാലും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു തരാമെന്നുള്ള ഒരു സംഭവം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഇവർ ഈ വൃത്തിയുടെ പരിപാടി കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. AC ഓഫാക്കിയിട്ടില്ല. സൂപ്പർമാൻ്റെ ഷോ ഹൗസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും AC ഓണാക്കാത്ത പരിപാടി. F1 റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ്. ഇന്ത്യ ആകെ മൊത്തം 100 കോടി ഓൾറെഡി അടിച്ചിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ ഇവിടെ ഐമാക്സ് സിനിപോളിസ് കൊച്ചിയിൽ AC ഓഫാക്കിയിട്ടില്ല. ആൾക്കാരിരുന്ന് വേർക്കാണ്. എനിക്ക് 20 മുകളിൽ എനിക്ക് കമൻസ് വന്നിട്ടുണ്ട്. എവിടെ? യൂട്യൂബിൽ. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് എനിക്ക് DM ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റാണ്. ചേട്ടൻ കഴിഞ്ഞ ദിവസം ചേട്ടന് ഉണ്ടായ അനുഭവം തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ബ്രൈറ്റ്നസ് കുറവ്, 3D ഗ്ലാസ് നോക്കുമ്പോൾ സൗണ്ട് കുറവ്, അതുപോലെ തന്നെ AC ഓഫാക്കിയിട്ടില്ല. ഇതൊരു വലിയ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു വരുന്നത്. ഇത് ആ തിയേറ്ററിൻ്റെ കുഴപ്പമല്ല, മറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന DCPയുടെയും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെയും അവരുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിന് ഉത്തമ ഉദാഹരണം ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. കാരണം ഇതേ എനിക്ക് കഴിഞ്ഞ് ഗജഗംഭീര എക്സ്പീരിയൻസ് ഇതേ തിയേറ്ററിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അടിത്തറം കൊളാക്കുന്ന രീതിയിൽ, അടിത്തറ നശിപ്പിക്കുന്ന രീതിയിലുള്ള മഹാമോശം എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമുക്കിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. കരയുന്ന ഉച്ചിനെ പാലുകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി നമ്മൾ അലറി വിളിച്ച് കരയുക. ഐമാക്സിനോട് പറയണം, അവരിത് അറിയണം, അല്ലാതെ ഒന്നും ഒരു കാര്യം നടക്കില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരാൾ വിചാരിച്ചാൽ ഒരു ചേഞ്ചൊന്നും ഉണ്ടാവില്ല. എല്ലാവരും വിചാരിക്കണം. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എല്ലാവരും ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. ഈ ഒരു ഇമെയിൽ ID കംപ്ലൈൻറ്റുകൾ അയയ്ക്കുക. ഇവിടെ സ്ഥിരം പരിപാടി ഇതാണ്. ഇപ്പോൾ പണ്ടത്തെ ആ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നതെന്നുള്ളത് എനിക്കത് അയക്കാൻ പറ്റും. കാരണം പണ്ടത്തെ എക്സ്പീരിയൻസ് ഞാൻ ഫീൽ ചെയ്തേക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ അത് പറയുക. ആളുകൾ പറയുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഓരോരുത്തർക്ക് ഇതിനു മുന്നേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ എക്സ്പീരിയൻസ് അല്ല ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് നിങ്ങൾ അയക്കണം, പ്രതികരിക്കണം. ഞങ്ങൾ 1-2 പേര് പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. ഞാനോ രാഹുലോ സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്നൊന്നും കാര്യമില്ല. സാധാരണ ജനങ്ങൾ അവിടെ പോകുന്നവർ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന എല്ലാവരും, ഞങ്ങളും അങ്ങനെ തന്നെയുള്ളവരാണ്. പക്ഷേ എല്ലാവരും പ്രതികരിച്ചാലേ ഇതിനൊരു ചേഞ്ച് വരുള്ളൂ. ഐമാക്സ് എന്നുള്ള കമ്പനിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 48 മണിക്കൂറിനുള്ളിൽ റിപ്ലൈ അയക്കും എന്നുള്ളതാണ്. വളരെ പ്രോംപ്റ്റായിട്ട് റിപ്ലൈസ് അയക്കുന്നവരാണ് അവരുടെ സ്റ്റാഫുകൾ. അതുകൂടാതെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരുകയും ചെയ്യും. നമ്മുടെ സിനിപോളിസിൽ മറ്റേ ഓട്ട വീണ ബക്കറ്റിൽ വെള്ളം ഒഴിക്കുന്ന പോലെയല്ല. കാരണം സിനിപോളിസിൻ്റെ ആപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ പോലെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അല്ല ഐമാക്സിൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഐമാക്സ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങൾ ഇമെയിൽ ചെയ്യുക. അതുപോലെ തന്നെ ട്വിറ്റർ, ഇപ്പോഴത്തെ X എന്ന് പറഞ്ഞ ആപ്പ് കയറിയിട്ട് നിങ്ങൾ ഐമാക്സിനെ സിനിപോളിസ് ഇൻ്റർനാഷണലിനെ ടാഗ് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ട്വീറ്റ് ചെയ്യുക. എക്സ്ക്യൂസ് മീ. ഞാൻ
ചെയ്യാൻ തയ്യാറാണ് ഇത് തന്നെ. എനിക്ക് കുറേ സമയപരിമിതികളുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇതിലേക്ക് കടന്നു കയറി ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യവും കിട്ടും. ഇത്ര ഓവർ പ്രൈസിങ്ങിൻ്റെ ഇഷ്യൂ പോലും നമുക്ക് വേണമെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഇതിനെതിരെ സംസാരിച്ചാലേ ഇതിനൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ ടൈം ഞാൻ വില മതിക്കുന്നുണ്ട്. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സഹായമായതുകൊണ്ടും ഇത് പറഞ്ഞു തരാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ടും എനിക്ക് അത്ര നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയില്ലാത്തതുകൊണ്ടുമാണ് ഇത്ര ടൈം എടുത്തത്. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഡ്യൂൺ പാർട്ട് 2 ഐമാക്സ് എക്സ്പീരിയൻസ് ഇൻ ബോത്ത് ബ്രോഡ്വേ ആൻഡ് ഹിയർ വാസ് ടോപ്പ് നോച്ച് ആൻഡ് ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇതാണടാ ഐമാക്സിൽ കാണേണ്ട പടം. ഇനിയിപ്പോൾ അതെ ഒഡീസി വരുന്നുണ്ട്. ഒഡീസി ഇതുപോലെ എല്ലാ രീതിയിലും ഒരു ബാലൻസ് ഉള്ള സിനിമയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, വിഷ്വലിന് വിഷ്വൽ ട്രീറ്റ്, കിടിലൻ സൗണ്ട് എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു നല്ല സിനിമയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. എന്തായാലും മിക്കി 70 പറ്റിയുള്ള സെപ്പറേറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞേ വരുള്ളൂ. അത് അത്രയുണ്ട് പറയാൻ. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിടാം. എന്തായാലും ഇതിൽ കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു വളരെ ലെങ്ത് കൂടിയ വീഡിയോ ആയിപ്പോൾ. ഇപ്പം തന്നെ ലെങ്ത് കൂടുതലാണ്, പക്ഷേ അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടി വന്നുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ആ ഒരു സിനിമയുടെ കേസും കൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ട് ഇട്ടാലേ അത് തീരുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുകയും ചെയ്യേണ്ട കാര്യമാണ്, അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. അത്രയും പ്രശ്നങ്ങൾ ആ ഒരു DCPക്കും ഉണ്ടായിരുന്നു, ആ എക്സ്പീരിയൻസിനും ഉണ്ടായിരുന്നു. അത് വളരെ ശോകമായിരുന്നു. വേസ്റ്റ് ഓഫ് ദി വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐമാക്സിൽ. അതുകൊണ്ട് അതൊരു ഫുൾ ഓൺ റാൻഡ് ആയിരിക്കും. അത് വേറെ വീഡിയോ ഇട്ടിടാം. എന്തായാലും നിങ്ങൾ സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ അത് കെയർഫുള്ളായി ചൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഫിലിംഡ് ഫോർ ഐമാക്സ് എന്ന് എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫിലിംഡ് വിത്ത്, അല്ലെങ്കിൽ ഷോട്ട് വിത്ത് ഫിലിം ഐമാക്സ് ക്യാമറാസ്, അല്ലെങ്കിൽ ഷോട്ട് വിത്ത് ഐമാക്സ് ഫിലിം ക്യാമറാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ എഴുത്ത് അവർ ഇടക്കിടക്ക് മാറ്റും. ഈ എഴുത്ത് പോലും ഈ അടുത്താണ് കൊണ്ടുവന്നത്, കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അത് അങ്ങനെ കൊണ്ടുവന്നിട്ട്. പണ്ടത്തെ സിനിമകളൊന്നും അങ്ങനെ എഴുതി കാണിക്കില്ല. ഇൻട്രസ്റ്റെല്ലാറിൻ്റെ ടൈമിലൊന്നും എഴുതി കാണിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണത് തുടങ്ങിയത്. ഇതൊക്കെ എവിടെ കാണാൻ പറ്റണമെന്ന് വെച്ചാൽ ഐമാക്സിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങൾ സിനിമ കാണാൻ ചെല്ലുന്ന സമയത്ത് ഇത് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സ് മിക്ക ആൾക്കാരും അത് ഇറങ്ങിപ്പോവും. ഞങ്ങളെപ്പോലുള്ളവർ അവിടെ ഇരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ, അത് എൻഡ് ക്രെഡിറ്റ് ആ സമയത്ത് വരുന്ന മറ്റേ എന്താ പറയുക മാർവലിൻ്റെ സീൻ കാണാൻ വേണ്ടി മാത്രമല്ല, ഒരു സിനിമ പ്രോപ്പറായിട്ട് DMR ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ പോലും ക്രെഡിറ്റ്സ് കണ്ടാൻ പറ്റും. കാരണം ലാസ്റ്റ് എഴുതി കാണിക്കും ഒപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് എന്ന് എഴുതി കാണിക്കും. യൂസ് ചെയ്ത ക്യാമറ ഏതാണ്, പാനാവിഷൻ ആണോ, റെഡ് ആണോ, എന്താണെന്നുള്ളത് അവിടെ ലാസ്റ്റ് ഏറ്റവും അവസാനം സ്ക്രീൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ സ്ക്രീനിൽ വരും. അത് ഏത് ക്യാമറ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്ത് ഫിലിമാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ കോഡാക്ക് ആണെങ്കിൽ കോഡാക്ക്, വേറെ എന്തെങ്കിലുമാണ് വേറെ ഇത്. ഇപ്പോൾ ക്യാമറ പാനാവിഷൻ ആണെങ്കിൽ പാനാവിഷൻ, അങ്ങനെ വിസ്താവിഷൻ ആണെങ്കിൽ വിസ്താവിഷൻ, എന്താണെന്നുള്ള രീതിയിൽ അവിടെ വരും. ആണെങ്കിൽ ആരി, അങ്ങനെ അവിടെ കാണിക്കും. അതേപോലെ തന്നെ ഐമാക്സിന് വേണ്ടി പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു എഴുത്തുണ്ടാവും. അത് ഞാൻ അവിടെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഫിലിംഡ് ഫോർ ഐമാക്സ് ആണോ, എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് ആയിരുന്നോ, അല്ലെങ്കിൽ ഷോട്ട് വിത്ത് ഫിലിം ക്യാമറാസ് ആണോ, ഇതൊക്കെ ലാസ്റ്റ് ഉണ്ടാവും. അപ്പം അതും നിങ്ങളൊന്നും വെറുതെ ഒന്നും കാണിക്കാതെ പറ്റിക്കാനൊന്നും പറ്റൂല. അപ്പോൾ എന്തുണ്ടെങ്കിലും അതിന് അതിൻ്റേതായ കുറച്ച് രീതികളുണ്ട്. അത് കൃത്യമായിട്ട് ഈ സിനിമയുടെ ലാസ്റ്റ് കൃത്യമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇനി ഈ സിനിമ തീരുന്ന പിന്നെ ഓടിപ്പോവാതെ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ക്രെഡിറ്റ്സ് തീരുന്ന വരെ ഒന്ന് കാത്തിരുന്നാൽ നിങ്ങൾക്ക് പല ഇൻഫർമേഷൻസും ഞാൻ പോലും പറയാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത് നിങ്ങൾക്കപ്പോൾ ഒരു ഉറപ്പ് വരുത്താൻ എന്ത് സാധനമോ കണ്ടേന്ന് പോലും. ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ പോകുന്നു. എന്തായാലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ റിപ്ലൈ ചെയ്ത് ആൾക്കാർക്കെല്ലാം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.